വീട്, ഹോട്ടൽ, വ്യവസായശാലകൾ എന്തുമായിക്കൊള്ളട്ടെ, മുഴുവൻ വെള്ളവും പമ്പ് ചെയ്യുമ്പോൾ തന്നെ ഫിൽട്ടർ ചെയ്ത് അതിലെ മാലിന്യങ്ങളും ബാക്ടീരിയകളും നീക്കം ചെയ്ത് ശുദ്ധമാക്കുന്നു. അക്വാസ് ഫ്ലാഷ് വാട്ടർ പ്യൂരിഫയർ. ചെറുതുരുത്തി പഞ്ചായത്ത് ഷോപ്പിംഗ് കോംപ്ലക്സിലേക്ക് എത്തുന്നവർ മൂക്കുപൊത്തി വേണം ജനകീയ ഭക്ഷണശാലയിലേക്ക് കയറുവാൻ. പൊട്ടിയൊലിച്ച വേസ്റ്റ് ടാങ്ക് ജനങ്ങളെ ബുദ്ധിമുട്ടിലാഴ്ത്തുന്നു. പലതവണ പരാതി നൽകിയെങ്കിലും നടപടികൾ സ്വീകരിക്കാത്ത അധികാരികൾക്കെതിരെ പരാതി നൽകാനൊരുങ്ങി പൊതുപ്രവർത്തകനായ PT തമ്പിമണി. ടൗണിലെ ഓപ്പൺ ഓഡിറ്റോറിയത്തിന് മുൻവശത്തുള്ള ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ മുകളിലെ നിലയിൽ പ്രവർത്തിക്കുന്ന കുടുംബശ്രീയുടെ ജനകീയ ഭക്ഷണശാലയിലേക്ക് കോണിപ്പടി കയറുമ്പോൾ ആദ്യം കാണുന്നത് പൊട്ടിയൊലിച്ച വേസ്റ്റ് ടാങ്കാണ്. ഷോപ്പിംഗ് കോംപ്ലക്സിലേക്ക് വരുന്ന പൊതുജനങ്ങൾക്കും കടക്കാർക്കും കടയിലേക്ക് വരുന്നവർക്കും ഇത് വളരെ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുകയാണ്. വേസ്റ്റ് ടാങ്ക് പൊട്ടി വെള്ളം പുറത്തേക്കൊഴുകുന്ന രീതിയിലാണ് ഉള്ളത്. മഴക്കാലമായതോടെ അഴുക്കുവെള്ളം പ്രദേശത്ത് മൊത്തം പരന്നു കിടക്കുന്ന അവസ്ഥയാണ്. ഇത് രോഗവ്യാപനം കൂടുന്നതിന് കാരണമാകുമെന്നും ആശങ്കയുണ്ട്. ടൗണിലെ ഓട്ടോ ഡ്രൈവർമാർ വന്നിരിക്കുന്ന സ്ഥലം കൂടിയായിരുന്നു ഇവിടം. അസഹനീയമായ ദുർഗന്ധം മൂലം ഇപ്പോൾ ആരും വരാത്ത സ്ഥിതിയാണുള്ളത്. പോലീസ് സ്റ്റേഷന് മുന്നിലുള്ള കടയിലെ വേസ്റ്റ് ടാങ്കാണ് പൊട്ടിയിരിക്കുന്നതെന്ന് നാട്ടുകാർ പറയുന്നു. പഞ്ചായത്തിനെയും ആരോഗ്യവകുപ്പിനെയും വിവരമറിയിച്ചിട്ടും പരാതി നൽകിയിട്ടും യാതൊരുവിധ നടപടിയും സ്വീകരിക്കുന്നില്ലെന്നും ഇത്തരത്തിൽ നിഷേധാത്മക സമീപനം സ്വീകരിക്കുന്ന അധികാരികൾക്കെതിരെ പരാതി നൽകുമെന്നും പൊതുപ്രവർത്തകനായ PT തമ്പിമണി പറഞ്ഞു. ചെറുതുരുത്തി ടൗണിൽ ഏറെ ജനത്തിരക്കുള്ളൊരു പ്രദേശമാണ്. ഇവിടെയാണ് കുടുംബശ്രീയുടെ ജനകീയ ഹോട്ടൽ ഈ കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത്. ഇതിൻ്റെ മൊത്തം ഇത് പഞ്ചായത്തിൻ്റെ ഷോപ്പിംഗ് കോംപ്ലക്സാണ്. ഷോപ്പിംഗ് കോംപ്ലക്സിൽ പ്രവർത്തിക്കുന്ന ബേക്കറി വിത്ത് കൂൾബാറിൻ്റെ വേസ്റ്റ് ടാങ്കാണ് ഇവിടെ പൊളിഞ്ഞ് ആകെ മലിനജലം കെട്ടിക്കിടക്കുന്നത്. ദിവസങ്ങളായി ഇവിടുത്തെ വ്യാപാരികൾ പലതവണ പഞ്ചായത്തിൽ പരാതിപ്പെട്ടിട്ടും യാതൊരു കാര്യം ഉണ്ടായില്ല. ഹെൽത്തിനോട് ബന്ധപ്പെട്ടപ്പോൾ ഹെൽത്ത് ഇൻസ്പെക്ടർ പറഞ്ഞ കാര്യം, ഞാൻ ഈ കടക്കാർക്ക് നോട്ടീസ് കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഇത് നാട്ടിലെ പൊതുജനങ്ങളുടെ ആരോഗ്യ പ്രശ്നമാണ്, ഗൗരവമായി ഇടപെടണം എന്നാവശ്യപ്പെട്ടപ്പോൾ അവർ പറഞ്ഞ മറുപടി വളരെ നിഷേധാത്മകമാണ്. നാട്ടിലെ ജനങ്ങളുടെ പൊതുജനങ്ങളുടെ ആരോഗ്യം നോക്കേണ്ടത് ഞാനല്ല, അത് പഞ്ചായത്താണ്, പഞ്ചായത്തിൽ പോയി പറയാനാണ് അവർ പറഞ്ഞത്. അത്രയും നിഷേധാത്മക ഒരു മറുപടിയാണ് ഇവിടുത്തെ പൊതുജനങ്ങളുടെ ആരോഗ്യ കാര്യത്തെക്കുറിച്ച് ഗൗരവമായി അന്വേഷിക്കേണ്ട ഹെൽത്ത് ഇൻസ്പെക്ടർ ഭാഗത്തുനിന്നുണ്ടായത്. ഇത് പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ പാർട്ടി എന്ന് പറയുന്നത് തുടക്കം മുതൽ സമ്പൂർണ്ണ പരാജയ പഞ്ചായത്ത് പ്രസിഡന്റ്. ഈ ചെറുതുരുത്തി ടൗണിൽ ഇത്രയും വലിയൊരു മാലിന്യ പ്രശ്നം ഉണ്ടായിട്ട് എല്ലാ ഭാഗത്തും എല്ലാ പഞ്ചായത്തുകളിലും മഴക്കാല രോഗങ്ങൾ തടയുന്നതിനുള്ള പ്രവർത്തനം നടത്തുമ്പോൾ ഇവിടുത്തെ പഞ്ചായത്ത് മഴക്കാല രോഗങ്ങൾ തടയുന്നതിനുള്ള പ്രവർത്തനം നടത്തുന്നില്ല എന്ന് മാത്രമല്ല, മഴക്കാലത്ത് വലിയ മാരകമായ പകർച്ചവ്യാധികൾ ഉണ്ടാകുന്ന തരത്തിലുള്ള ഇമാതിരി പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുന്നത്. പാർട്ടിക്ക് ഫണ്ട് അനുവദിക്കുന്ന വ്യാപാരികൾക്ക് ഇവിടെ എന്ത് അക്രമം കാണിക്കുക എന്നുള്ള നിലയ്ക്കാണ് കാണുന്നത്. ദിവസങ്ങളായി ഈ പരിസരത്തെ ആളുകളും വ്യാപാരികളും നിരന്തരം പരാതിപ്പെട്ടിട്ടും ഈ മാലിന്യ ടാങ്ക് പൊട്ടിക്കിടക്കുന്നത് ശരിയാക്കാനോ അതിന് വേണ്ട നടപടി സ്വീകരിക്കാനോ പഞ്ചായത്ത് തയ്യാറായിട്ടില്ല. ഇക്കാര്യത്തിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ്. എത്രയും പെട്ടെന്ന് ഈ കാര്യത്തിൽ ഇടപെട്ട് ഈ പഞ്ചായത്തിലെ ജനങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. റൈറ്റ് വിഷൻ ന്യൂസ്, ചെറുതുരുത്തി. അതെ, ജലം അമൂല്യമാണ്. പക്ഷെ അത് മലിനമാണെങ്കിലോ? വെള്ളത്തിന്റെ രുചി വ്യത്യാസം, നിറവ്യത്യാസം, ഇരുമ്പിന്റെ അംശം, ക്ലോറിൻ, ചെളി ഇവയെല്ലാം വിട്ടുമാറാത്ത രോഗങ്ങൾ, മുടികൊഴിച്ചിൽ തുടങ്ങി അനേകം രോഗങ്ങൾക്ക് കാരണമാകുന്നു. അക്വാസ് ഫ്ലാഷ് വാട്ടർ പ്യൂരിഫയർ. വീട്, ഹോട്ടൽ, വ്യവസായശാലകൾ എന്തുമായിക്കൊള്ളട്ടെ, മുഴുവൻ വെള്ളവും പമ്പ് ചെയ്യുമ്പോൾ തന്നെ ഫിൽട്ടർ ചെയ്ത് അതിലെ മാലിന്യങ്ങളും ബാക്ടീരിയകളും നീക്കം ചെയ്ത് ശുദ്ധമാക്കുന്നു. കൂടാതെ അടുക്കളയ്ക്കായി പ്രത്യേകം ഡിസൈൻ ചെയ്ത പ്യൂരിഫയറും ലഭ്യമാണ്. അക്വാസ് ഫ്ലാഷ്, ഇനി ഓരോ ഡ്രോപ്പും ക്രിസ്റ്റൽ ക്ലിയർ. അക്വാസ് ഫ്ലാഷ് വാട്ടർ പ്യൂരിഫയർ, മെയിൻ റോഡ്, ചേലക്കര.